ടു JFM. ഇവിടെയുണ്ട് ഇത്തിരി പാട്ട് ഒത്തിരി കൂട്ട് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ജോഷ്. അപ്പൊ ഇന്ന് മറ്റു സാധാരണ ദിവസം പോലെയല്ല, ഇന്ന് എന്താ പ്രത്യേകത? ഓക്കെ, ഒരു നല്ല കുളിരുള്ള സായം സന്ധ്യയാണ്. ആ കെറ്റിൽ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി ഒരു 2 minutes മാഗി മസാലയും പ്രിപ്പയർ ചെയ്ത് ആ പൊട്ടിപ്പൊളിഞ്ഞ ഹോസ്റ്റൽ ജനാലികളുടെ അടുത്ത് നിന്ന് ലോഫി മോഡിൽ ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ അങ്ങനെ പാട്ട് കേട്ടിരുന്നാൽ മതിയോ? Today we're celebrating the 10th anniversary of Jubilee FM station. JFMന്റെ 10ാം ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ എങ്ങനെ സ്പെഷ്യൽ ആക്കാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ജൂബിലി ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് നമ്മുടെ JFM ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ കാരണക്കാരനായ ആ മഹാമനുഷ്യൻ, നമ്മുടെ ജൂബിലിയിലെ എല്ലാത്തിൻ്റെയും ആദ്യ പുരുഷൻ, ദി വൺ ആൻഡ് ഓൺലി ഡോക്ടർ അശ്വത് കുമാർ. അപ്പോൾ അശ്വത് കുമാർ സാറിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് എപ്പിസോഡാണ് ഇന്ന് JFM ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് എനിക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ കൂടെ ഉണ്ട്. അത് ആരാണെന്നുള്ളത് സർപ്രൈസ്. സോ സ്റ്റേ ട്യൂൺ. നമുക്ക് അശ്വത് സാറിനെ ഒന്ന് കോൾ ചെയ്യാം. ഹലോ 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 അശ്വത് സർ, JFM നിന്നാണ്. സർജറി ചെയ്യാണല്ലോ, സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർജറി ചെയ്യാണ്. സർജറി എന്നൊക്കെ പറഞ്ഞ സാറിന് പുഷ്പം പോലെയല്ലേ എന്റെ പൊന്ന അശ്വത് സാർ. ഇന്ന് നമ്മുടെ JFMന്റെ 10th ആനിവേഴ്സറി ആണ്, ഓർമ്മയില്ലേ? അയ്യോ മോളെ, ഞാനാണ് ഇതിന്റെ ഫസ്റ്റ്. ഞാനുണ്ടല്ലോ, ഇത് ഞാൻ ആദ്യം ഈ സാധനം തുടങ്ങുമ്പോണ്ടല്ലോ, ഇത് ഇവിടെ ലാപ്രോസ്കോപ്പ് അല്ല, അവിടുത്തെ ശബ്ദ കോലാഹലം കേട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർജറി ആണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി സാർ, ഒന്നും നോക്കട്ടെ, ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. 1 2 3 സ്റ്റാർട്ട്. ഞാനല്ലേ മക്കളെ ആദ്യമായി ജൂബിലിയിൽ ആർട്സ് കൊണ്ടുവന്നത്? പറ സാർ. ഞാനല്ലേ ജൂബിലിയിൽ ആദ്യമായി സ്പോർട്സ് കൊണ്ടുവന്നത്? പിന്നെ കോൺവൊക്കേഷൻ, അത് പിന്നെ ഞാനല്ലേ കൊണ്ടുവന്നത്? പിന്നെ ജൂബിലിയുടെ അങ്ങേറ്റം നട്ട ആ മരം ഓർമ്മയില്ലേ? അത് സാറല്ലേ നട്ടത്? ഇപ്പൊ പുഷിങ് പയ്യെ പുറത്തു വന്നു തുടങ്ങിയിട്ടില്ലേ? ഇല്ല, ഇത് മുഴുവനും കഴിഞ്ഞിട്ടേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ട് പ്രവൃത്തിയുടെ അവസാനത്തിലാണ് പുറത്തെടുക്കുന്നത്. ഇത് ഞാൻ ജപ്പാനിൽ ചെയ്ത ഒരു സർജറിയാണ്. ഇത് ജപ്പാനിലായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഞാനായിട്ട് പോയതല്ല കേട്ടോ, എന്നെ വിളിച്ചോണ്ട് എന്തിനാണ് എന്നെ വിളിച്ചത്? സർ, ഇത് നമ്മുടെ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് ആയതുകൊണ്ട് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇന്നത്തെ മിഡ് നൈറ്റ് മസാലയിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. പാട്ടെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് ജോബിൻസ് ഒക്കെ ഇങ്ങനെ മറ്റേ ഷോയിലൊക്കെ നടത്തുന്ന സമയത്ത് ഞാനായിരുന്നു ഇനോഗ്രേഷൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ എല്ലാ ഇനോഗ്രേഷൻ എന്നെ വിളിക്കും, റിനൈസൻസ് മുതൽ ഈ. സർ, ഇന്ന് നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സർ, പണ്ട് ഇതുപോലെ ഒരു ഇനോഗ്രേഷനെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറി ഇരിക്കാൻ പറ്റാതെ പോയ, പക്ഷെ പിന്നീട് പ്രശസ്തി ആർജിച്ച ദി വൺ ആൻഡ് ഓൺലി ടോവിനോ തോമസ് ആൻഡ് ഉണ്ണി മുകുന്ദനാണ് ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത്. അവർക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. അവരുടെ അടുത്ത മൂവിയിൽ സാറിന്റെ സോങ് വിത്ത് ഗിറ്റാർ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓ, എന്റെ ഗിറ്റാറൊന്നും അത്ര നന്നായിട്ടില്ല, പക്ഷെ ഞാൻ പാടും. ഞാൻ പണ്ട് പാടിയിരുന്നു. പണ്ട് ഒരു മൗനരാഗം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കേ സർ, അപ്പൊ പറയൂ, ഏത് പാട്ടാണ് ഇന്ന് JFMൽ സാറിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് സ്പെഷ്യൽ ആയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്? സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് എനിക്ക് വേണ്ടത്. സർ, വെയിൽ ചില്ലയാണോ സർ? 2 വരി, അത് 2 വരി പ്ലീസ്, നമ്മുടെ ജൂബിലി പ്രേക്ഷകർക്ക് വേണ്ടി. സ്റ്റുഡൻസ് എല്ലാവരും കാത്തിരിക്കുകയാണ് സാറിന്റെ ആ മധുരിതമായ സ്വരം കേൾക്കാനായി. കുട്ടി, ഞാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാട്ട് പാടിക്കൊണ്ട് സർജറി ചെയ്ത് അത് കുറച്ചും കൂടി നമ്മുടെ വർക്കിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും മ്യൂസിക് ഇസ് എ തെറാപ്പി സർ. സാറിന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? പക്ഷേ സർജറിക്ക് യാതൊരു ഗുണവുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഈ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ വന്ന് ഞാൻ പാടിയിട്ട് തിരിച്ചു വന്ന് മറ്റൊരു സർജറിക്ക് ഞാൻ കയറും. ഒരു ചിന്ന ബ്രേക്ക്. Stay tuned for Dr. Ashwit's song. This is JFM and RJ George signing off. Thank you.